RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ്മാരായ ലിവർപൂളിനെ കുറിച്ചാണ്. വളരെ 4 മത്സരങ്ങൾക്ക് മുമ്പ് തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ടൈറ്റിൽ അടിച്ചിരിക്കുകയാണ് ലിവർപൂൾ. ആഴ്സണലിനേക്കാളും ഒരുപാട് പോയിന്റ് മുന്നിലായതുകൊണ്ടാണ്, സെക്കൻഡ് പ്ലേസിലുള്ള ആഴ്സണലിനേക്കാളും ഒരുപാട് പോയിന്റ് മുന്നിലുള്ളതുകൊണ്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അവസാനിക്കുന്ന മുമ്പ് തന്നെ ഒഫീഷ്യലായിട്ട് ലിവർപൂളിനെ ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ലിവർപൂളിന് ഇപ്പോൾ ആകെ കിട്ടിയ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ്. പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും കാർബൺ കപ്പും FA കപ്പും എല്ലാം തൂത്തുവാരെന്ന് വിചാരിച്ചു. അത്രയും ഫോമിലാണ് ലിവർപൂൾ കളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത്രയും ഫോമിലാണ് കളിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ ശക്തരായ PSG മുന്നിൽ പൊരുതി തോറ്റു തന്നെ പറയാം. അത്രയും നല്ല മത്സരങ്ങളായിരുന്നു രണ്ട് ടീമും കാഴ്ചവെച്ചത്. ഗോൾ കീപ്പർമാരുടെ ഒരു മത്സരമായിരുന്നു, രണ്ട് ടീമിലെയും ഗോൾ കീപ്പർമാരുടെ ഒരു മത്സരം തന്നെയായിരുന്നു. അത്രയും സേവുകളായിരുന്നു 2 ലെഗ് മത്സരങ്ങൾ നടന്നത്. അങ്ങനെ ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ നേടിയിരിക്കുകയാണ്. ഈ സീസണിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കപ്പ്, അതും മുഹമ്മദ് സാല എന്ന തേരാളിയുടെ. ഈ ചങ്ങായി ഈ സീസണിൽ അടിച്ചു കൂട്ടിയ ഗോളുകൾ, ഗോൾഡൻ ബൂട്ടിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അത്രയും ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ ടീമിൽ കളിച്ചിരുന്ന മാക്കലിസ്റ്റർ, അങ്ങനെ ഓരോ പ്ലെയേഴ്സും നന്നായിട്ട് കളിച്ചതിന്റെ ഫലമായിട്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇത്രയും പെട്ടെന്ന് 4 മത്സരങ്ങളിൽ ബാക്കിയുണ്ട്, ഇപ്പോഴേക്കും അവർ കപ്പ് നേടി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകളോടാണ് ഈ സീസൺ ലിവർപൂൾ തുടങ്ങിയത്. അതിനനുസരിച്ചുള്ള കളി തന്നെയായിരുന്നു അവർ സ്റ്റാർട്ടിങ്ങിൽ പുതിയ കോച്ചിന്റെ കീഴിൽ ഉറുഗൻ ക്ലോപ്പ് പോയ ശേഷം പുതിയ കോച്ചായിട്ട് വന്ന സ്ലാട്ട് അതിനനുസരിച്ചുള്ള ടീമിനെ തയ്യാറാക്കി നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ലീഗിൽ തന്നെ നല്ല പോയിന്റ് ഡിഫറൻറ്റിൽ അവർ കളി തുടങ്ങി. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിലും അതേപോലെ ഏറ്റവും ടോപ്പിൽ, ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ പുതിയ സീസണിൽ പുതിയ ഒരു ഫോർമേഷനിലേക്ക് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കളികളൊക്കെ ജയിച്ച ഏറ്റവും ടോപ്പിൽ, കളിയൊന്നും തോൽക്കാതെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 1ാം സ്ഥാനക്കാരായിട്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അങ്ങനെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു ക്വാർട്ടർ ഫൈനലിലെത്തി. ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് PSG മുമ്പിൽ അടിയറ വയ്ക്കേണ്ട ഒരു അവസരം ഉണ്ടായി. അതോടുകൂടിയിട്ട് അവർ പുറത്താവുകയും ചെയ്തത്. അത് 2 തുല്യ ശക്തികളുടെ കളിയായിരുന്നു. ഫൈനലിന് മുമ്പിൽ ഫൈനൽ എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും നല്ലൊരു കളിയായിരുന്നു. 2 ഗോൾ കീപ്പർമാരുടെ കളി കൂടിയായിരുന്നു അത്. ഗോൾ കീപ്പർമാർ 2 എവേ മത്സരം ഹോം മത്സരങ്ങളിലുമായിട്ടുള്ള 2 ലെഗ് മത്സരങ്ങളിലും ഗോൾ കീപ്പർമാര് വാഴുന്ന, എന്താ പറയാ, അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയ ഒരു മത്സരങ്ങളായിരുന്നു അത്. അതിൽ അവസാനം PSG ജയിച്ചു, ലിവർപൂൾ പുറത്തായി. അതേപോലെ തന്നെ FA കപ്പിൽ നിന്ന് പുറത്തായി. കാർബൺ കപ്പിൽ ഫൈനലിൽ ന്യൂക്കാസ്റ്റൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു കിരീടം ചെയ്തത്, അത് ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ട് ലിവർപൂൾ അങ്ങനെ അവർക്ക് ഈ സീസണിൽ ട്രിപ്പിൾ മോഹങ്ങളായിട്ടാണ് ലിവർപൂൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനനുസരിച്ച് നന്നായിട്ട് പ്രയത്നിച്ചു. പക്ഷെ അവര് ഭാഗ്യനിർഭാഗ്യങ്ങളിലൂടെ കടന്നു പോകുന്നതിന്റെ ഇടയിൽ അതെല്ലാം മിസ്സായി, ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. അങ്ങനെ ഇപ്പൊ അവസാനമായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുത്തുമുട്ടു. ഇതിൽ മെയിനായിട്ട് പറയുന്നത് മുഹമ്മദ് സാല എന്ന ഈജിപ്ഷ്യൻ, ഈ ചങ്ങായി കാട്ടിയിട്ടുള്ള ഒരു ഇത്, ഏറ്റവും കൂടുതൽ 28 ഗോളും 18 അസിസ്റ്റോളം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ സീസണിൽ. മൊത്തം 33 ഗോളാണ് ഈ സീസണിൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഗോൾഡൻ ബൂട്ട് റേസിൽ 1ാം സ്ഥാനക്കാരനാണ്. അതേപോലെ തന്നെ ഈ ഇതിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ലിവർപൂൾ ആയിരുന്നു ചാമ്പ്യൻസ് ലീഗ് നേടാൻ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓരോ സോഷ്യൽ മീഡിയയിലും വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മുഹമ്മദ് സാല ബാലൻഡിയർ തൂക്കാൻ ചാൻസ് ഉള്ള പ്ലെയറിൽ നമ്പർ 1 ആയിട്ട് മുഹമ്മദ് സാല ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്നൊക്കെ ഒരുപാട് പുറകോട്ട് വന്നു. എന്താണെന്ന് പറഞ്ഞാൽ ആകെ കിട്ടിയത് ഇപ്പോൾ പ്രീമിയർ ലീഗാണ്. ബാക്കി എല്ലാ ലീഗുകളും, ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, എല്ലാ മത്സരങ്ങളിൽ നിന്ന് അവർ പുറത്തായി. പക്ഷെ ഈ കോച്ചിന്റെ കീഴിൽ അടുത്ത സീസണിൽ ലിവർപൂൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും, അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഇപ്രാവശ്യം ഗോളുകൾ അടിച്ചു കൂട്ടാനും അതേപോലെ ഗോളുകൾ കൺസിഡർ ചെയ്യുന്നത് ഭയങ്കര ഇതാണ്. ഡിഫൻസിലൊക്കെ ഭയങ്കരമായിട്ട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഇതിലിപ്പോ കോച്ചിന്റെ തീരുമാനങ്ങൾ ഗ്രൗണ്ടിൽ നടപ്പിലാക്കുന്നതിൽ ലിവർപൂൾ ഈ സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അവർ ഇത്രയും പോയിന്റ് വ്യത്യാസത്തിൽ ഇത്രയും 3-4 മത്സരങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കി. ഓരോ ലീഗുകളിൽ ഇപ്പോൾ പാരീസ് ഓൾറെഡി ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അവർക്കും ഇതേപോലെ 3-4 മത്സരങ്ങൾ ബാക്കി നിൽക്കുക അവർ സ്വന്തമാക്കി. ഇപ്പോൾ മറ്റേ സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡും ബാഴ്സലോണയായിട്ട് ഇപ്പോഴും കട്ടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്തും സംഭവിക്കാം. ഇനിയും 5ഓളം മത്സരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ ഉണ്ട്. അപ്പോൾ ഇത്രയും മുൻകൂട്ടി ഒരു ടൈറ്റിൽ സ്വന്തമാക്കണമെങ്കിൽ അവരുടെ കളി മികവെന്ന് പറയാതിരിക്കാൻ വയ്യ, ആ കോച്ചും ആ ടീമും. അടുത്ത സീസണിൽ ഇവര് ചിലപ്പോ ചാമ്പ്യൻസ് ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും എല്ലാം അടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ആണ് 4ാം സ്ഥാനത്ത്, മാഞ്ചസ്റ്റർ സിറ്റി ആണ് 5ാം സ്ഥാനത്ത്, ചെൽസി. പിന്നെ അതിനുശേഷമുള്ള ടീമുകൾ വരുന്നുണ്ട്.
പക്ഷേ ഈ ഒരു ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം 15 പോയിന്റാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ലിവർപൂളിന്റെ ഒരു കളി മികവ് ഈ സീസണിൽ. അടുത്ത സീസണിലും പുതിയ ട്രോഫികളും പുതിയ കളിയും മെനയുമാൻ വേണ്ടിയിട്ട് ലിവർപൂൾ തയ്യാറെടുക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും.